ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ. വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ചിത്രത്തിന് നോർത്തിൽ ഇപ്പോൾ മികച്ച അഭിപ്രായങ്ങളും കളക്ഷനുമാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ മാർക്കോയും പുഷ്പ 2 തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. മാർക്കോയ്ക്ക് അല്ലു അർജുന്റെ പുഷ്പ 2 മത്സരമില്ലെന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. പുഷ്പ 2 മാർക്കോ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ വലിയ അംഗീകാരമായാണ് കാണുന്നതെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. അല്ലു അർജുന്റെ പുഷ്പ 2 മത്സരമില്ല, അങ്ങനെ മത്സരമുണ്ടെന്ന് പറയുന്നത് പോലും അംഗീകാരമായാണ് കാണുന്നത്. വലിയ താരമാണ് അല്ലു അർജുൻ, അതിനായി അദ്ദേഹം ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പുഷ്പയുടെ ആദ്യ ഭാഗവും വളരെ നന്നായാണ് അദ്ദേഹം ചെയ്തത്. ആ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഇപ്പോൾ രണ്ടാം ഭാഗത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. സിനിമ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അല്ലു അർജുൻ ഒരു സീനിയർ നടനാണ്. പുഷ്പ 2 എന്റെ സിനിമയും ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ അംഗീകാരമാണെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. വടക്കേ ഇന്ത്യയിലെ പല തിയേറ്ററുകളിലും ബേബി ജോണിന് പകരം ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രദർശിപ്പിക്കാനുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഓരോ ദിവസം കഴിയും തോറും സിനിമയുടെ ഹിന്ദിയിലെ കളക്ഷൻ വർദ്ധിക്കുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ക ചിത്രം അനിമലിനേക്കാൾ വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എന്ന് അഭിപ്രായങ്ങളുണ്ടെന്നും ഈ കാരണത്താൽ മാർക്കോ കാണുന്നതിന് പ്രേക്ഷകർ താൽപര്യപ്പെടുന്നതായും ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുറച്ച് തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ മികച്ച പ്രതികരണത്തെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം വ്യാപിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.